ഇന്ത്യ എത്ര റണ്ണിന് ജയിക്കും അല്ലെ എത്ര വിക്കറ്റ് ജയിക്കും എന്നതാണ് നമ്മുടെ ഒരു ആകാംക്ഷ. അപ്പം എനിക്കിപ്പോൾ കളക്ടറേറ്റ് മൈതാനിൽ കുറേ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങളാണ്. ഇപ്പോൾ ഇവർ കളിച്ച് നമുക്ക് വിശ്രമവേളയാണെന്ന് തോന്നുന്നു. മോനെ, ഇന്ത്യ റൺസിന് ജയിക്കണം, എത്ര റൺസിന് ജയിക്കും? 124. അത്ര റൺസിന് ജയിക്കുമോ? എന്താണ് കോൺഫിഡൻസ്? ഇന്ത്യയുടെ ഒരു വിജയത്തെക്കുറിച്ച് പ്രതീക്ഷ? 124. എന്താണ് കഴിഞ്ഞ കളിയിലൊക്കെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ കഴിഞ്ഞ 2 കളിയിലും വലിയ വിജയം ഇന്ത്യക്കുണ്ടായി. പക്ഷെ ശ്രീലങ്കയ്ക്കെതിരെ കുറച്ച് വിറച്ചു. ഇത്തവണ എങ്ങനെയായിരിക്കും ഫൈനൽ? ഇപ്രാവശ്യം ഒരു ടൈറ്റ് കളി തന്നെ ആയിരിക്കും. ഒരു 126-27 റണ്ണ് ജയിക്കും. അത്ര റൺസൊക്കെ ജയിക്കുമോ? ഓക്കെ. അപ്പോൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുക ഇന്ത്യയിൽ? അഭിഷേക് ശർമ്മ. അതിനായിരിക്കും അല്ലേ? എല്ലാ കളിയിലും അഭിഷേക് ശർമ്മ തന്നെയാണ്. ഈ കളിയിലും അങ്ങനെ തന്നെയാണ് അല്ലേ? എങ്ങനെയുണ്ടാവും ബുംറ കളിക്കാൻ ഇറങ്ങിയാൽ? അത് ബുംറയിലൊരു പ്രതീക്ഷ എത്രത്തോളം? കുറച്ച്. ഏതായാലും ഇന്ത്യ ടോസ് കിട്ടുവാണെങ്കിൽ ഇന്ത്യ ബാറ്റിംഗ് എടുക്കണം, ബോളിംഗ് എടുക്കണം? എന്താ മോനെ പ്രതീക്ഷ? ഇന്ത്യയുടെ ഒരു മാച്ചിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ഇന്ത്യ ജയിക്കും. എത്ര റൺസിന് ജയിക്കും? 40 റൺസ്. അത്ര വിശ്വാസമുണ്ട്? ഹായ്, എന്താണ് പ്രതീക്ഷ? ഇന്ത്യ ജയിക്കോ? എത്ര റൺസിന് ജയിക്കും? 40. അപ്പോൾ നമുക്ക് കോച്ച് നമുക്കൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ പൊതുവെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വലിയ ആവേശത്തോടെയാണ് ആളുകൾ കാണുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ ബാക്കിയെല്ലാം വളരെ ഈസി ആയിരുന്നു. എങ്ങനെ കാണും? ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഇറ്റ്സ് ഗോയിങ് ഓൺ ലൈക്ക് എ വാർ. ഓൺ ദ ഫീൽഡ് ആയി കഴിഞ്ഞാൽ ഓഫ് ദ ഫീൽഡ് ആയി കഴിഞ്ഞാലും നമുക്ക് കാണാം. സൂര്യകുമാർ യാദവ് റീസെൻ്റ്ലി ഫൈൻഡ് ആണ്. പാകിസ്ഥാൻ പ്ലേയേഴ്സിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. മോർ ദാൻ എ മാച്ച് ഐ തിങ്ക് ഒരു യുദ്ധാന്തരീക്ഷമാണ് മാച്ചിനകത്ത് കാണാൻ പറ്റുന്നത്. ലൈക്ക് എവറി പ്ലെയർ പ്രഷർ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഡെലിവർ ചെയ്യണം കൺട്രിക്ക് വേണ്ടിയിട്ട്. ഇറ്റ്സ് ലൈക്ക് ലൂസിങ് ദ മാച്ച് ഈസ് സംതിങ് എൽസ്. നോർമലി വേറൊരു കൺട്രിനോട് കളിക്കുന്ന പോലെയല്ലോ, മേ ബി ശ്രീലങ്കയോട് കളിക്കുന്ന പോലെയോ ബംഗ്ലാദേശിന് കളിക്കുന്ന പോലെയോ. എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ ഇടയ്ക്കുന്ന ഓരോ കുട്ടി തൊട്ടിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, വേറെ ആരോട് തോറ്റാലും കുഴപ്പമില്ല, പാകിസ്ഥാനോട് തോക്കാൻ പാടില്ല, തോട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വിഷയമാണെന്നാണ് പറയുന്നത്. ആക്ച്വലി കോൺടെസ്റ്റ് ഇറ്റ് വിൽ ബി അഭിഷേക് ശർമ്മ വേഴ്സസ് ഷൈൻഷാൻ അഫ്രീദി. അതാണ് നമ്മൾ വാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോൺടെസ്റ്റ്. 2 മാച്ചിലും അഭിഷേക് ശർമ്മ അത്രയും ഡോമിനേറ്റ് ചെയ്തതാണ് ഷൈൻഷാൻ അഫ്രീദി പോലത്തെ ഒരു ബോളർ അഗെയിൻസ്റ്റ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ലീത്തൽ വെപ്പൺ എന്ന് പറയുന്നത് ഷൈൻഷാൻ അഫ്രീദിയാണ്. ആളെ എങ്ങനെ ഇന്ത്യൻ ഓപ്പണേഴ്സ് കൗണ്ടർ ചെയ്യുന്നു അതുപോലെ ഇരിക്കും ഇന്ത്യൻ്റെ സ്റ്റാർട്ട്. രണ്ടാമത് ഇന്ത്യക്ക് ബാറ്റിംഗ് ആണോ നല്ലത്? ഐ തിങ്ക് വിക്കറ്റ് എനിക്കറിയില്ല എങ്ങനെയുള്ള വിക്കറ്റ് ആണെന്നുള്ളത് അറിയില്ല. ഗിവൺ ഇന്ത്യൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഐ തിങ്ക് അറൌണ്ട് 8 people ക്യാൻ ബാറ്റ്. ഓൺലി ജസ്പ്രീത് ബുംറ, ദിസ് വൺ കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി സ്ട്രഗിൾ ചെയ്യായിരിക്കും മാക്സിമം. ബട്ട് റിമൈനിങ് 8 people ആർ സോ സോളിഡ്. എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കാട്ടും നല്ലൊരു ടീം ഇന്ത്യക്ക് ഇനി വരാനുണ്ട് എന്നുള്ള. അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആവുന്നതിൻ്റെ ഒരു സങ്കടം. ഓബ്വിയസ്ലി സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആവുന്നതിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ നമുക്കറിയാം ആൾ എത്രത്തോളം കേപ്പബിൾ ആണ്, ആൾ എത്രത്തോളം പ്രഷർ അബ്സോർബ് ചെയ്ത് മാച്ചസ് നമുക്ക് വേണ്ടി ഫിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ മാച്ചസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഐ ഹോപ്പ് ദാറ്റ് ഈ മാച്ചിനകത്ത് ഹി വിൽ ഡെലിവർ. ലാസ്റ്റ് സഞ്ജു, കാരണം സഞ്ജു കഴിഞ്ഞ കളിയിൽ നന്നായി കളിച്ചു, പക്ഷേ ഇടയ്ക്ക് ചെന്ന് പാളിപ്പോയി. സഞ്ജുവിനൊരു പ്രതീക്ഷ. സഞ്ജു സാംസൺ എത്ര കാലം നമുക്ക് സൂര്യനെ മറച്ചു പിടിക്കാൻ പറ്റും? അത്രയേ ഉള്ളൂ. ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. ആൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി മേ ബി ടീമിൻ്റെ ടാക്ടിക്സിൻ്റെ പാർട്ടായിരിക്കും, നമുക്കറിയില്ല. അതിൻ്റെ ഡീപ്പായിട്ട് സഞ്ജു സാംസൺ തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സംസാരിക്കണം. സോ സഞ്ജു സാംസൺ ഈസ് എ വെരി ലീത്തൽ പ്ലെയർ ഫോർ ഇന്ത്യ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാന താരമാണ്. ഇന്ത്യ ഇനി ഒരു 3 years നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ അകത്ത് ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറാണ്. IPLൻ്റെ അകത്ത് ഇത്രയും പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ്. ഓൺ എ ഗിവൺ ഡേ ഹി ഈസ് ഗോയിങ് ടു സ്മാഷ് എനി ഓപ്പോണൻറ്റ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അത് തന്നെയാണ് വലിയ ആവേശം തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം സഞ്ജു നന്നായി കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തവണ സഞ്ജു നന്നായി കളിക്കാൻ പറ്റട്ടെ. ഒപ്പം നമുക്കറിയാം ഈ ഏഷ്യ കപ്പിൽ ഒമാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയുമാണ് ഇന്ത്യ കുറച്ചൊന്ന് പതറിയത്. അല്ലാത്ത മത്സരങ്ങളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. സമാനമായ രീതിയിൽ പാകിസ്ഥാനെതിരെ ഒരു ഏകപക്ഷീയമായ വിജയം. അതിനപ്പുറത്തേക്കൊരു ഒരു ക്ലൈമാക്സ് പോലെ ഒരു സസ്പെൻസ് പോലെയൊക്കെ ഉണ്ടായാൽ വളരെ സന്തോഷം. പക്ഷേ ഇന്ത്യ ഒരു വിജയം നേടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം.